മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണമായി ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈശോയുടെ ജീവിതം തന്നെയാണ്. കാരണം ഈശോ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ അർപ്പിച്ചവനാണ്. ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന എന്റെ സ്നേഹിതരെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ കാൽവരിയിൽ തന്റെ ജീവൻ അർപ്പിച്ചതാണ് ഏറ്റവും വലിയ സ്നേഹമെങ്കിൽ, നമുക്കൊക്കെ സ്നേഹമുണ്ടോ എന്ന് പരിശോധിച്ചറിയുവാനായിട്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം അർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ അരികിൽ വരുന്നവർക്ക് വേണ്ടി, സമൂഹത്തിലുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവൻ അർപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം ഇല്ലാതാക്കി തീർക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ചില സുഖങ്ങള്, നിന്റെ ചില ആഗ്രഹങ്ങള്, നിന്റെ ജീവിതത്തിന്റെ ചില സൗകര്യങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ സമയം മാറ്റിവെക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ സമ്പാദ്യം മാറ്റിവെക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനകൾ അവരന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ സാധിക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവനായിട്ട് തീരുക. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്നേഹമായിട്ട് മാറണം. ആ സ്നേഹമായിട്ട് മാറണമെങ്കിൽ അവരന് വേണ്ടി ജീവിതത്തെ ത്യജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ആഗ്രഹങ്ങളെയും, നമ്മുടെ അഭിലാഷങ്ങളെയും, നമ്മുടെ ദുഃഖങ്ങളെയും, നമ്മുടെ വേദനകളെയും, ഇന്നത്തെ നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. തിന്മയായതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നകറ്റണമേ. കർത്താവെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ഇന്ന് പോകുന്ന വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, തടസ്സങ്ങളും, ബന്ധനങ്ങളും, ആപത്തുകളും, അപകടങ്ങളും, പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരെ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.